ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10th പ്രിലിംസിന് പഠിക്കേണ്ട സോഷ്യൽ സയൻസിലെ SSCRT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നമുക്കറിയാം 30 മുതൽ 40 വരെ ചോദ്യങ്ങൾ, 30നും 40നും ഇടയിൽ ചോദ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഏകദേശം എല്ലാ പരീക്ഷകളിലും, ഡിഗ്രി പരീക്ഷകൾ ഒഴിച്ച്, ഡിഗ്രിക്കും കുറച്ച് കുറവായിരിക്കും, എന്നാലും ആ പരീക്ഷകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 30 മുതൽ 40 വരെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് SSCRT എന്ന് പറയുന്നത്. കാരണം ഈ 30നും 34, 35 റേഞ്ച് മാർക്കുകളൊക്കെ SSCRT പാഠഭാഗങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ പാഠഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇനി വരുന്ന 10th പ്രിലിംസിന് മുമ്പ് പഠിച്ചു തീർക്കേണ്ട SSCRT പാഠഭാഗങ്ങൾ? സോഷ്യൽ സയൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ പാഠഭാഗങ്ങൾ ഏതൊക്കെ, ഏറ്റവും പുതിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും അവസാനമാണ്. ഇനി എങ്ങനെയാണ് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഏത് തരത്തിൽ പഠിക്കണം, എങ്ങനെ ഒരു ദിവസം വിനിയോഗിക്കണം എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാണ് നമ്മൾ സോഷ്യൽ സയൻസിന്റെ ഭാഗമായി ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ 5ാം ക്ലാസ്സിലെ ഒരു ഭാഗം നോക്കാം. 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് കരുതലോടെ ചെലവിടാം എന്ന് പറയുന്ന ഒരു അധ്യായം. കരുതലോടെ ചെലവിടാം എന്ന് പറയുന്ന ഒരു അധ്യായം. അതുപോലെ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന മറ്റൊരു അധ്യായം. ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു അധ്യായം. ജനങ്ങൾക്ക് വേണ്ടി. പിന്നെ കേരളക്കരയിൽ എന്ന് പറയുന്ന മറ്റൊരു അധ്യായമുണ്ട്. കേരളക്കരയിൽ. കൂടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നു. ഇത്രയും പഴയ പാഠപുസ്തകമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി പഠിക്കുക. ഈ 5 ചാപ്റ്റേഴ്സ് പഴയ 5ാം ക്ലാസ്സിലേതാണ്. ഇനി ഏറ്റവും പുതിയ 5ാം ക്ലാസ്സിലെ ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന ഒരു ഏരിയ. ഇതിലൊക്കെ നമുക്ക് പഠിക്കാൻ 3ഓ 4ഓ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. മുഴുവൻ പാഠഭാഗവും വലിച്ചുവാരി പഠിക്കണമെന്നല്ല. നമുക്ക് വേണ്ട വസ്തുതകൾ മാത്രമായിരിക്കണം ഈ ഓരോ പാഠഭാഗത്തും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എല്ലാം വാരി വലിച്ചു പഠിച്ചാൽ ഒരുപാട് സമയം പോകും. നമുക്ക് വേണ്ടത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയോടെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ എടുത്തു പോവാൻ. ഓക്കെ, അവിടെ ഭക്ഷണവും മനുഷ്യരും ഉണ്ട്. തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ ഉണ്ട്. തൊഴിൽ വൈവിധ്യങ്ങൾ. പിന്നെ വസ്ത്രത്തിന്റെ നാൾ വഴികൾ എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ. ജനങ്ങളാൽ എന്ന് പറയുന്ന മറ്റൊരു പുതിയ ചാപ്റ്റർ. ഇങ്ങനെ 4 പുതിയ പാഠഭാഗത്ത്, അതായത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം മാറിയിട്ടുണ്ട്. മാറിയ ഈ പാഠപുസ്തകത്തിലെ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. പഴയ പാഠപുസ്തകത്തിൽ 5. ആകെ 9 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത്. ഇനി നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് പോയ 2 പാഠങ്ങളാണ്. ഒന്ന് കേരളം മണ്ണും മഴയും മനുഷ്യനും. അതുപോലെ ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ഇനി 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, പിന്നെ നമ്മുടെ ഭരണഘടന, അതുപോലെ നവകേരള സൃഷ്ടിക്കായി, പിന്നെ ഇന്ത്യയിലൂടെ. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, നമ്മുടെ ഭരണഘടന, നവകേരള സൃഷ്ടിക്കായി, പിന്നെ ഇന്ത്യയിലൂടെ. അത് കഴിഞ്ഞാൽ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. യൂറോപ്യന്മാരുടെ ആഗമനം ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പ്രിലിംസിൽ ചോദ്യങ്ങൾ പറയുന്നില്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കാൻ കയറി വരുന്ന ഒരു ഏരിയ തന്നെയാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. പിന്നെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അത് കഴിഞ്ഞ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. പിന്നീട് സാമ്പത്തിക സ്രോതസ്സുകൾ. ഇത്രയും പഴയ പാഠപുസ്തകങ്ങളാണ്. ഇത്രയും ഒക്കെ പഴയ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് 7ാം ക്ലാസ്സിലെ ഇത്രയും ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 4 8 ചാപ്റ്റർ ആണ് പഴയ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത്. ഈ 8 ചാപ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ, ഏകദേശം 10-നടുത്ത് ചോദ്യങ്ങൾ നമുക്ക് കടന്നു വരുന്ന ഒരു ഏരിയയാണ്. 10 ചോദ്യങ്ങൾക്കടുത്ത് കടന്നു വരുന്ന ഒരു ഏരിയയാണ് ഈ 7ാം ക്ലാസ്സിലെ ഈ ഒരു പാഠഭാഗം. ഇനി 7ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗമുണ്ട്. പാഠപുസ്തകം മാറി. ആ പുതിയതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഭരണഘടന വഴിയും വഴികാട്ടിയും. പിന്നീട് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്.
അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അതിനുശേഷം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി. പിന്നീട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അത് കഴിഞ്ഞാൽ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്ന് പറയുന്ന പുതിയ പാഠഭാഗത്തിലെ 5 ചാപ്റ്റേഴ്സ്. പുതിയ പാഠഭാഗത്തിലെ 5 ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ പഠിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കടന്നു വരുന്നുമുണ്ട് പുതിയ പരീക്ഷകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി 8ാം ക്ലാസ്സിലേക്ക് വന്നാലോ. 8ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അതുപോലെ നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യയും സാമ്പത്തികാസൂത്രണവും. 3 ചാപ്റ്റേഴ്സ് ആണ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാനുള്ളത്. ഭൗമരഹസ്യങ്ങൾ തേടി, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യയും സാമ്പത്തികാസൂത്രണവും എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇനി 9ാം ക്ലാസ്സിലേക്കാണ്. അടുത്ത 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. 9ാം ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, തിരഞ്ഞെടുപ്പും ജനാധിപത്യവും, സുരക്ഷിതമായ നാളേക്കായി, ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ. ഇത്രയും പഴയ ചാപ്റ്റേഴ്സ് ആണ്. 9ാം ക്ലാസ്സിലെ 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പഴയ പാഠപുസ്തകത്തിലേതാണ്. പഴയ പാഠപുസ്തകത്തിലെ 4 ചാപ്റ്റേഴ്സ് പഠിക്കണം. പിന്നെ പുതിയ പാഠപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, അതുപോലെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, പിന്നീട് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന പുസ്തകം, വിശാല സമതല ഭൂമി എന്ന് പറയുന്ന പുതിയ ചാപ്റ്റേഴ്സ്, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്. ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു 3 പാഠഭാഗങ്ങളാണിത്. ഇത് 3 എന്താണ് വളരെ വ്യക്തമായി പഠിച്ചു വെക്കണം. പിന്നെ മാനവ വിഭവശേഷി, രാഷ്ട്ര പുരോഗതിക്കായി എന്ന് പറയുന്ന പുതിയ ചാപ്റ്റേഴ്സ്. അതായത് 6 പാഠഭാഗങ്ങൾ. പുതിയ പാഠഭാഗത്തിലെ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കണം. 6 4 10 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഈ ഒരു ഏരിയയിലും നോക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ നിന്നും നമുക്ക് 10 വരെ, ചിലപ്പോൾ 5 ചോദ്യങ്ങളാവാം, ചിലപ്പോൾ 6 ആവാം, ഏറ്റവും കുറഞ്ഞത് 4ഉം 5ഉം ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നിന്ന് കടന്നു വരുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്ക് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മാർക്കുകൾ കടന്നു വരുന്ന ഒരു ഏരിയയാണ് 9ാം ക്ലാസ്സും 7ാം ക്ലാസ്സും. വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഓക്കെ, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. 10 വരെ ചോദ്യങ്ങൾ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മുഴുവനായിട്ട് പ്രതീക്ഷിക്കാം. ഇനി 10ാം ക്ലാസ്സിലേക്ക് വന്നാലോ. 10ാം ക്ലാസ്സിൽ സ്വാതന്ത്ര്യവും സമരവും, സാംസ്കാരികവും ദേശീയതയും, ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും, പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കേരളം ആധുനികതയിലേക്ക്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇത്രയുമാണ് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന്. അതായത് നമ്മൾ നോക്കിയ 7 പാഠഭാഗങ്ങൾ. ഈ 7 പാഠഭാഗങ്ങളെ നമ്മൾ VIP എന്ന് വിളിക്കും. അതായത് VIP പേഴ്സൺസ് അല്ലേ, അതുപോലെ VIP ചാപ്റ്റേഴ്സ് ആണ് ഇത്രയും ചാപ്റ്റേഴ്സ്. എന്തുകൊണ്ടെന്നാൽ ഇത് പ്രിലിംസിന് നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ കടന്നു വരും. നമുക്ക് ഈ പറഞ്ഞ പോലെ 10-നടുത്ത ചോദ്യങ്ങൾ പ്രിലിംസിൽ കടന്നു വരും. എന്നാൽ മെയിൻസിലേക്ക് കടക്കുമ്പോൾ 15 വരെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു പാരഗ്രാഫ് അങ്ങനെ തന്നെ പല മെയിൻസ് പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. സ്വാതന്ത്ര്യവും സമരവും ഇമ്പോർട്ടന്റ്, സാംസ്കാരികവും ദേശീയതയും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തുനിൽപ്പുകളും ചോദ്യങ്ങൾ 2-3 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കേരളം ആധുനികതയിലേക്ക്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ 7 ചാപ്റ്റേഴ്സും. ഇത് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രമായി പഠിക്കരുത്. മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോകണം. എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയായി ഈ 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിന്റെ മാത്രമാണ് പറയുന്നത്. ഇതുപോലെ സയൻസും 10ാം ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയൻസും 10ാം ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരും ഏതൊക്കെയാണ് നിങ്ങൾ സയൻസിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതെന്ന്. ഓക്കെ,
അപ്പൊ നിങ്ങൾ ഇത്രയും സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കുക. 35 മാർക്കോളമാണ് നമ്മൾക്ക് SSCRT നിന്ന് മാത്രമായി സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ബാക്കി 65 മാർക്കാണ് നിങ്ങൾ പുറമെ നോക്കേണ്ടത്. ആ 65-ൽ 20 മാർക്ക് എന്താണ്? കറന്റ് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. കറന്റ് അഫയേഴ്സ് 20 ഇല്ലെങ്കിൽ 15 മാർക്ക് വരെ കറന്റ് അഫയേഴ്സ് ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾ നോക്കണം. അതിൽ പിന്നെ 20 മാർക്കോളം നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ബാക്കി ഏകദേശം 30 മാർക്കോളമാണ് എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ടത്. അത് നിങ്ങൾ എന്താ ചെയ്യണം? ബാക്കി കാര്യങ്ങൾക്കായി പഠിച്ചെടുക്കാം. അത് ഈ ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ അവിടെയും നിങ്ങൾക്ക് മാർക്ക് 35 എന്നുള്ളത് അത് കൂടി ഏകദേശം 60ഓളം മാർക്കുകൾ വരെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു പാഠഭാഗം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ സിലബസുമായി പൊരുത്തപ്പെട്ട് നോക്കി കണ്ടെത്തി ചെയ്തു പോവുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത് മാർക്ക് സ്കോർ ഉയർത്താൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഇതുമായി പൊരുത്തപ്പെട്ട് കിടക്കുന്നതാണ്. സിലബസിലെ മുഴുവൻ കാര്യങ്ങളും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ INC എന്ന് പറയുന്നത് ചിലപ്പം പാഠപുസ്തകത്തിൽ ചെറിയൊരു പോർഷൻ ആയിട്ടായിരിക്കാം, പക്ഷേ അത് നമ്മൾ വികസിപ്പിച്ച് 1929 ആ സെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്ക് നമുക്ക് സ്കോറിംഗ് വേഗത കൂട്ടാൻ വേണ്ടി സാധിക്കും. അതാണ്. ഓക്കെ, ഇത്രയുമാണ് 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് തീർച്ചയായും നിങ്ങൾ നോക്കി പോകേണ്ടതാണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് നോട്ട് എഴുതി പോയാൽ പോലും നിങ്ങൾക്ക് ഇത് തീർക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം നമുക്ക് വേണ്ട പോയിന്റുകൾ മാത്രം 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചുകൂടി ആ പോയിന്റുകൾ കൂടുന്നത്. പക്ഷെ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഡിസംബർ ഒരു പകുതിയോടെ പരീക്ഷ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാം. ഡിസംബർ പകുതിയോടെയാണ് പരീക്ഷ എങ്കിൽ ഡിസംബർ ആദ്യത്തെ ആഴ്ച നമുക്കറിയാം LDC ബാക്കി നമുക്ക് 3 ജില്ലകളുടെ നടക്കാനുണ്ട്. പിന്നെയാണ് തമിഴ് നോയിങ്ങിന്റെ ഒരു LDC പരീക്ഷ കൂടി നടക്കുന്നുണ്ട്. അത് 7-നും 14-നും ഒക്കെ ആയിട്ട് നടക്കാൻ സാധ്യത. അപ്പൊ 15-ന് ശേഷം എന്ന രീതിയിലേക്ക് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നോക്കുക, സെപ്റ്റംബർ 23 നിങ്ങൾക്ക് ഏകദേശം ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം ഈ ദിവസം കണക്കാക്കാം. 7 ദിവസം കണക്കാക്കിയാൽ മതി. ഒരാഴ്ചയാണ് ഇനി ഈ ഒരു മാസം കഴിയാനുള്ളത്. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒക്ടോബറിൽ 31, നവംബറിൽ 30, ഡിസംബർ 31 എന്നിങ്ങനെയാണ് ഇതുള്ളത്. അപ്പൊ ഇതിൽ 15 ദിവസം നമ്മൾ എടുത്താൽ മതി. 60-ഉം 75 ദിവസം എന്ന രീതിയിൽ റൗണ്ട് ചെയ്തോളൂ. 75 ദിവസമാണ് ഇനി നിങ്ങളുടെ മുന്നിൽ പരീക്ഷയ്ക്കായി ഉള്ളത്. 75 ദിവസം. ഈ 75 ദിവസം നിങ്ങൾ ഒരു 5 മണിക്കൂർ ചെയ്താൽ നോക്കാം. 25 2 ബാക്കി 35 37 ഒരു 375 മണിക്കൂർ. 375 അല്ലെങ്കിൽ 380 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ 5 മണിക്കൂറെങ്കിൽ നിങ്ങൾ ചെയ്താൽ, ഇനി നിങ്ങൾ കുറച്ചുകൂടി വർക്ക് ചെയ്താൽ ഒരു 400 എന്ന റൗണ്ടിൽ എത്തിച്ചോളൂ. 400 മണിക്കൂറാണ് നിങ്ങൾക്ക് ഈ പരീക്ഷ വരെ ലഭിക്കുന്ന മണിക്കൂറുകൾ. ഒരു മണിക്കൂർ, ഈ 400 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വളരെ ഭംഗിയായി പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ എന്ന് പറയുന്ന പഠനത്തിലേക്ക് എത്തിക്കുന്നത്. 6 മണിക്കൂർ പഠനം ഒരു ദിവസം നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നല്ല സ്കോറിങ്ങോടെ നിങ്ങൾ പ്രിലിംസ് പാസ്സാവായിരിക്കാം. പക്ഷേ പ്രിലിംസ് എന്ന് പറയുന്നത് എല്ലാ തസ്തികകളുടെയും 5-ഓ 6-ഓ തസ്തികകളുണ്ട്. 6 തസ്തികകളുടെയും പ്രിലിംസ് പാസ്സാവണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന 70 മാർക്കൊന്നും മതിയാവില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു 80-85 മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകണം. അതുപോലെ എല്ലാ ദിവസവും പഠിച്ചു പോവുകയല്ല വേണ്ടത്. 6 ദിവസം പഠനവും 7ാമത്തെ ദിവസം റിവിഷനുമായിരിക്കണം. 6 ദിവസം പഠനം, അതായത് 6 ദിവസം പഠിച്ചത് 7ാമത്തെ ദിവസം തീർച്ചയായും റിവിഷൻ ചെയ്യണം. 7ാമത്തെ ദിവസം പുതുതായി ഒന്നും പഠിക്കാതിരിക്കുക. കാരണം എത്ര പഠിച്ചാലും മറന്നുപോകും എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് നിങ്ങൾ 6 ദിവസം പഠിച്ചത് 7ാമത്തെ ദിവസം മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുക. ഞാൻ പക്ഷേ ഒരു ഇതുണ്ട്, ഞാൻ 3 ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യണം എന്ന് കൂടി പറയാറുണ്ട്. അതായത് നിങ്ങൾ 3 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ 2.5 ദിവസം പഠിക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ അര ദിവസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? റിവിഷന് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതെല്ലാം കൂടി 7ാമത്തെ ദിവസം ഒറ്റ റിവിഷൻ ആയിട്ട് പരിഗണിച്ച് പോകുക. പിന്നെ ഈ നമ്മൾ പറഞ്ഞ പോലെ SSCRT ഓരോ ദിവസവും SSCRT ടോപ്പിക് കവർ ചെയ്യണം. ഒരു SSCRT അല്ലെങ്കിൽ 2 SSCRT വരെ നിങ്ങൾക്ക് ഒരു ദിവസം കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു PYQ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക.
നിങ്ങൾ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ PYQ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 100 മാർക്കിന്റെ PYQ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 100 വസ്തുതകൾ പഠിക്കും. പക്ഷെ 100 വസ്തുതകളല്ല നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്, അവിടെ ഓപ്ഷനിലുള്ള വസ്തുതകൾ കൂടി പഠിക്കണം. 100 × 4 400 വസ്തുതകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. 400 വസ്തുതയിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും 400 വസ്തുതകൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കും. 400 എന്ന് പറയുന്നത് മൊത്തത്തിലാണ്, പക്ഷെ 400 വരില്ല, കാരണം മാത്സിന്റെ ഒക്കെ നമുക്ക് വേറെ വരുന്നത്. പക്ഷെ GKയുടെ പോട്ടെ, GKയുടെ 60 ചോദ്യങ്ങൾ എത്രയാണ്? 240 വസ്തുതകൾ നിങ്ങൾക്ക് പഠിക്കാലോ. ആ 240 വസ്തു അനുബന്ധ വസ്തുതകളൊക്കെ കൃത്യമായി നിങ്ങൾ പഠിച്ചു പോകണം. പിന്നെ എല്ലാ ദിവസവും ആനുകാലിക വിഷയങ്ങൾ ഒരു 10 എണ്ണമെങ്കിലും ദിവസം പഠിച്ചു പോവുക. ഒരു 10 എണ്ണമെങ്കിലും ഒരു ദിവസം നിങ്ങൾ പഠിച്ചു പോവുക. അത് ചോദിക്കാൻ സാധ്യത കൂടിയ 10 എണ്ണം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. പിന്നെ എല്ലാ ദിവസവും കണക്കും മാനസിക ശേഷി പരിശോധനയും ചെയ്യണം. അത് PYQ ഉൾപ്പെടെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടെത്തി ചെയ്യണം. കണക്കും മാനസിക ശേഷിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആനുകാലികവും കണക്കും മാനസിക ശേഷിയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ പറയുന്ന വസ്തുതകൾ മുഴുവൻ പഠിച്ച് നിങ്ങൾ പോവുക. ഒരു ദിവസം ഒരാഴ്ച ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മെച്ചപ്പെടുന്നത് അറിയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എത്രയും നാള് പഠിച്ച ആ രീതി മാറ്റുക. 1 വേർഡ് രീതിയെല്ലാം മാറ്റി SSCRT കൂടുതൽ മുന്നോട്ടെടുത്ത് അത് ഫോക്കസ് ചെയ്ത് അത് വെച്ചുകൊണ്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു പോവാൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു SSCRT ചാപ്റ്റർ ഇപ്പം നമ്മൾ ജാലിയൻ വാലാബാഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ SCRTയിൽ 2 പോയിന്റേ ഉള്ളൂ എങ്കിൽ അതിന് മറ്റു പോയിന്റുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഏരിയ ക്ലിയർ ആക്കി പോവുക. ഓക്കെ, ഖാൻ ബഹദൂർ ഖാനെ കുറിച്ച്, അതിർത്തി ഖാൻ എന്നറിയപ്പെടുന്ന ഖാൻ ബഹദൂർ ഖാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. മറ്റ് ഗുദായി ഖിദ്മത്കർ അടക്കമുള്ള സംഘടനകളെ കുറിച്ച് എന്ത് ചെയ്യുക? നമ്മൾ മറ്റു വസ്തുക്കൾ തേടി പോവുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ പഠനം വളരെ എന്താണ് പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ. ചിലപ്പോൾ ഈ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ആളെ കുറിച്ച് പാഠപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പുറത്തുനിന്ന് ചോദ്യം വരാം. അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ വിശകലനാത്മകത മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതിൽ നമുക്ക് ഇന്നയാളെ കുറിച്ച് ചോദ്യം നമുക്ക് നൽകി, അയാളെ കുറിച്ചുള്ള പൊതുവായ പുറത്തുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ പഠിച്ചിട്ട് പോവുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു പരീക്ഷ പ്രിലിംസ് മാത്രമല്ല മെയിൻസും വളരെ ഈസിയായി ക്ലിയർ ചെയ്തിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു പോവുക. നിങ്ങളുടെ മുന്നിൽ 75 ദിവസമുണ്ട്. 75 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവണം. അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു 75 ദിവസങ്ങൾ മാത്രമായിരിക്കും വീണ്ടും കിട്ടുക. ആ ദിവസം കൊണ്ട് മെയിൻസ് പരീക്ഷയും ക്ലിയർ ചെയ്ത് ഒരു 2-3 മാസം കൊണ്ട് പിന്നീട് നിങ്ങൾ സർവീസിൽ ജോയിൻ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം. നമ്മുടെ കഴുത്തിൽ ആ ഒരു ടാഗ് കിടക്കുമ്പോഴുള്ള ഒരു അഭിമാനം നിങ്ങൾക്ക് ആ സമയത്ത് ബോധ്യപ്പെടും. നെഗറ്റീവ് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, കമന്റ് ബോക്സുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം പല നെഗറ്റീവുകൾ പറയുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് പറയാൻ മാത്രമേ അറിയൂ. കാരണം അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവർ പ്രവർത്തിച്ചു നോക്കിയ പല ആളുകളും എന്താണ്? ഇന്ന് സർവീസിൽ ഇരിക്കുന്നുണ്ട്, ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, ഇന്ന് മാസം ശമ്പളം വാങ്ങിക്കുന്നുണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ് പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ ജോലിയാണ്. അവർക്ക് അത് പറയാൻ മാത്രമേ അറിയൂ. അവർക്ക് പ്രവർത്തിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വസ്തുത മനസ്സിലാക്കി നിങ്ങൾ പോസിറ്റീവായിരിക്കുക. നിങ്ങൾ പ്രതീക്ഷയോടെ ഇതിനു വേണ്ടി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിനനുസരിച്ച് മറ്റൊരു വീഡിയോയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.